ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ സ്നേഹകരം. സർവശക്തനായ മഹാരാജാവിൻ്റെ നിത്യമായ നിർണയങ്ങൾ കേൾപ്പാൻ ഒരു അനുഗ്രഹീത ക്ലാസ് ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം ആ സഭയ്ക്ക് കൊടുത്ത വലിയ നിർദ്ദേശത്തിനായി സ്തോത്രം. വിശേഷാൽ അതിൻ്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്റർ റെജി അവർകൾക്കും എൻ്റെ സ്നേഹവന്ദനവും നന്ദി അറിയിക്കുന്നു. ഇന്ന് ആഗതരായിരിക്കുന്ന യൂട്യൂബിലൂടെ ശ്രവിക്കുന്ന വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, നിത്യത മുതൽ നിത്യത വരെയുള്ള വിഷയമാണ്. അതിൽ രണ്ടാമത്തെ പശ്ചാത്തലമായ വർത്തമാനകാല നിത്യത അഥവാ പ്രസൻറ്റ് എറ്റേണിറ്റി, ആ എറ്റേണിറ്റിയുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ 4ഉം 5ഉം യുഗങ്ങളിലെ വിഷയങ്ങൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. 3 യുഗങ്ങളിലെ ദൈവരാജ്യ നിർണയമാണ് നമ്മൾ പഠിച്ചത്. ദൈവരാജ്യ നിർണയം. ഇന്ന് 4-5 യുഗങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് കാണാൻ പോകുന്നു. ഗ്രേസി മോള് ഇപ്പോൾ നമ്മളെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. Present eternity in 4th and 5th ages. Israel will become 2 holy nation, 3 kingdom of Jehovah God. 4ഉം 5ഉം യുഗങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷാകാലവും 1000 ആണ്ടുമാണ്. ആ യുഗങ്ങളിൽ ഇസ്രയേലുമായി ദൈവരാജ്യ ബന്ധം എന്താണ്, അവരുടെ ചരിത്രത്തോട് ദൈവരാജ്യം എങ്ങനെ നിലനിൽക്കുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ഭൗമമണ്ഡലം, ഭൗമാധിപത്യം ഇവിടെ എന്തെല്ലാം രീതിയിലുണ്ട് എന്നുകൂടെ കാണുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുകയാണ്. യഹോവയുടെ രാജ്യം എന്നാണ് ആദ്യം നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ കാണും 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ. അപ്പോൾ യഹോവയുടെ രാജ്യം അഥവാ ദൈവരാജ്യം, ആ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് ഇന്ന് രാത്രി പ്രവേശിക്കാം. പ്രൈസ് ഗോഡ്. നമ്മൾ പഠിച്ചു വന്നത് രാഷ്ട്രം എന്ന നിലയിൽ 3 തലങ്ങളാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ഒന്ന്, ഇസ്രായേലിനെ രാഷ്ട്രമായി ദൈവം സൃഷ്ടിച്ചപ്പോൾ വലിയ രാഷ്ട്രമായിട്ടാണ് സൃഷ്ടിച്ചത്. രണ്ടാമത്തത് ഹോളി നേഷനായിട്ട് സൃഷ്ടിച്ചു. ഹോളി നേഷൻ, വിശുദ്ധ രാഷ്ട്രം. അത് മരുഭൂമിയിൽ വെച്ച് നിയമങ്ങൾ 2 കൊടുത്ത് അതനുസരിക്കുന്നവരെയാണ് അങ്ങനെ ആക്കുന്നത്. മൂന്നാമത് കനാനിൽ വെച്ച് യഹോവയുടെ രാജ്യം കൊടുത്തു. അത് ആവർത്തിക്കുന്ന, ആ 3 രീതി ആവർത്തിക്കുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി. 3ാമത്തെ യുഗമായ ഇപ്പോൾ സുപ്രസാദ കാലത്തിൽ ദൈവം 1948 അവർ രാഷ്ട്രമായി സൃഷ്ടിച്ചു. ഇപ്പോൾ അവർ രാഷ്ട്രമാണ്. 195, അതിൽ 2 ഒഴിവാക്കിയാൽ 193 രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന രാഷ്ട്രമായി സൃഷ്ടിച്ചു. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത്. ആ രാഷ്ട്രം ഇനി മരുഭൂമിയിൽ വെച്ച് വിശുദ്ധ രാഷ്ട്രമായി തീരും. മരുഭൂമിയിൽ വെച്ച്. അതിനു മുമ്പ് ദൈവം അവരോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അത് 3ഉം ഇപ്പോൾ ജീന വായിച്ച് കേൾപ്പിക്കും. അന്ന് വായിച്ചാട്ടെ മോളെ. ആ 3 ബോഡിയിൽ നിന്ന് വായിക്കണം, 3 വാക്യങ്ങളും വായിക്കണം. Return Israel and 3 experiences. Jeremiah, first point, Jeremiah 31 verses 17, Isaiah 14 verses 1 to 3. തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ മക്കൾ വിട്ടുപോയ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്.
അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 33 വേദഭാഗത്ത് ആ കാര്യം പഠിക്കാനുണ്ട്. അതിലൊന്ന് അവരുടെ അപ്പന് കൊടുത്ത ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഈ വാചകം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വായിച്ചാൽ അത് നടക്കാൻ സാധ്യമല്ല എന്നാണ് 8ാമത്തെ എഡിഷനിൽ അവർ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടുത്തെ സർവ്വവിജ്ഞാനകോശം പറഞ്ഞത് ഇത് നടക്കാൻ സാധ്യമല്ല, അസാധ്യമാണ് എന്നാ. ഇവിടെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടി ഇരിക്കുകയാണല്ലോ, ഞാൻ ഓർപ്പിക്കട്ടെ. അസാധ്യമെന്ന് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ എഴുതിയാൽ പോലും കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എൻ്റെ ചോദ്യം. സർവവിജ്ഞാനകോശം സർവായുധങ്ങളെടുത്ത് സർവദാ രേഖപ്പെടുത്തിയാലും ആ രേഖ ബലഹീനമാണ്, വേദപുസ്തകമാണ് ബലമായ രേഖ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ അറിയുക, നമുക്കെതിരെ ഏതെല്ലാം രേഖകൾ എന്തെല്ലാം എഴുതി വെച്ചാലും നമ്മളോട് ബന്ധപ്പെട്ട് ബൈബിൾ എഴുതിയ രേഖ നിശ്ചയമായിട്ട് നിറവേറും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഞാനിവിടെ ആ വാക്ക് ഒരു കുത്തിരട്ടെ. സ്വർഗം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് തടഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും പ്രോഗ്രാം പിശാച് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയുമ്പോൾ 2 വാക്കുകൾ നിങ്ങൾ ഓർക്കണം. ഒന്ന്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നോയിമേറ്റ എന്ന ഗ്രീക്ക് പദം ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, അത് തന്ത്രമാണ്. 2 കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പദം പ്രൈസ് ഗോഡ്, അത് അവിടെയാണ് നോയിമേറ്റ. എഫേസ്യ ലേഖനത്തിൽ മെതോഡിയ. ഈ മെതോഡിയയും നോയിമേറ്റയും പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പിന്നാലെ. അത് സ്പിരിച്വൽ വാർഫെയർ എന്ന വിഷയം ഇവിടെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ എന്ന് ഇന്ന് പറയുന്നത് നോയിമേറ്റ ഇറക്കിയാലും മെതോഡിയ ഇറക്കിയാലും ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആ വലിയ തന്ത്രങ്ങൾ ചുരുളഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ വചനം നിറവേറ്റുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് പ്രാർത്ഥനയ്ക്കായിരിക്കുന്നവരോട് ഞാൻ ഉറക്കെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, യെശയ്യാവ് 14:1 മുതൽ 3 വരെ 7 ബ്രാഞ്ചസ്, ഒരു പ്രവചനത്തിൻ്റെ 7 ശാഖകൾ നിറവേറേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പിന്നാലെ നമുക്ക് വായിക്കാം. ഒന്നാമത്തേത്, തങ്ങളുടെ ദേശത്തേക്ക് അവർ മടങ്ങി വരും. ആമേൻ. രണ്ടാമത്തേത് വായിക്കാം. ജെറമ്യ 31:12 യഹോവയുടെ നന്മയിലേക്ക്. വാക്യം. അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മ. യഹൂദൻ മടങ്ങി വരുന്നത് രണ്ടാമത്തേത് യഹോവയുടെ നന്മയിലേക്കാണ്. ഈ ദൂത് പറയുമ്പോൾ മാധ്യമങ്ങൾ വഴി ശ്രദ്ധിക്കുന്നവരുമുണ്ട്, ഇന്ന് സൂം വഴി ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ. 2 ഗ്രൂപ്പിനോട് ഞാൻ പറയുകയാണ്, യഹോവയുടെ നന്മ നമ്മിൽ നിന്ന് അകറ്റുവാൻ അതിശക്തമായി ആക്രമിക്കുന്ന സ്വഭാവം പിശാചിനുണ്ട്, അവൻ്റെ കൂട്ടാളികൾക്കുണ്ട്. എന്നാൽ യഹോവയുടെ നന്മ തടഞ്ഞു വെച്ചാൽ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആ വാക്കൊന്നുകൂടെ ഞാൻ പറയട്ടെ, യഹോവയുടെ നന്മയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അതിലെ പുതിയ നിയമ വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ അല്പം കഴിയുമ്പോൾ കുറെ കൂടെ ആഴത്തിൽ മനസ്സിലാക്കും. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. 31:12 വാക്യം. യിരെമ്യാവ് 31:12 അവർ വന്നു സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് ഓടി വരും. എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക് വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ
ആ നന്മ അവർ അനുഭവിച്ചിരിക്കും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലോകരാജ്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നവരെ അവരാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം എഴുതിയ പുസ്തകമുണ്ട്. നിങ്ങൾക്കറിയാം അബ്ദുൽ കലാം എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുക, ഏറ്റവും കൂടുതൽ നന്മ അനുഭവിക്കുന്നത് യഹൂദനാണെന്ന്. സ്വോത്രം. എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം എഴുതിയ നവ ഇന്ത്യ എന്ന വിഷയത്തിൽ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക്, നമ്മുടെ പശു 536 കിലോയാണ് തരുന്നെങ്കിൽ അവരുടെ പശു 2600 കിലോയാണ്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അദ്ദേഹം എഴുതിയത് വായിച്ചാൽ ഞെട്ടും. ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യം അച്ചട്ടായി നമ്മുടെ കൺമുമ്പിൽ നിറവേറുന്നതിനാൽ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. അത് ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് രേഖപ്പെടുത്തിയ എൻ്റെ ദൈവം ജീവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുപോലെ തെളിവുകൾ ഇഷ്ടംപോലെ കിടക്കുകയാണ്. അത് തന്നെ ഒരു 40ഓളം ക്ലാസ്സുകൾ എടുക്കാൻ, ഇസ്രായേലിൻ്റെ ഇന്നത്തെ സ്ഥിതി എടുക്കാൻ തക്കവണ്ണം പവർ പോയിന്റ് ചെയ്ത് ഞാൻ എടുത്തതാണ്. ഞാൻ അവിടേക്ക് കിടക്കുകയല്ല ഇപ്പോൾ. ഈ കാര്യം അറിയുക, തടഞ്ഞു വെച്ചാൽ ആ വലിയ ചൈന മതിൽ നിലനിൽക്കില്ല. തടഞ്ഞു വെച്ചാൽ ആ വലിയ ചങ്ങല നിലനിൽക്കില്ല. തടഞ്ഞു വെച്ചാൽ ആ പരിച നിലനിൽക്കില്ല. എൻ്റെ ദൈവത്തിൻ്റെ നിർണയം നിറവേറുമെന്ന് ഉറപ്പുള്ളവർ ഈ മീറ്റിങ്ങിൽ എത്ര പേരുണ്ട്? ആമേൻ. തടഞ്ഞു വെച്ച് ആഗ്രഹിച്ചവർ തുള്ളുമ്പോൾ നമുക്കത് തടയാൻ പറ്റി, നമുക്കതിനെ അത് നിരോധിക്കാൻ പറ്റി. ഓക്കെ, നമ്മൾ വിചാരിച്ചെടുത്ത് ഇത് കെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ലോകരാഷ്ട്രങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ സ്വർഗം വ്യക്തമായി പറഞ്ഞു, യഹോവയുടെ നന്മയിലേക്ക് അവർ വരും. യഹോവയുടെ നന്മയിലേക്ക് അവർ വരും. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയാൻ മനസ്സ് വെച്ചാൽ എന്തൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് എന്ന് ബൈബിളിൽ നിന്ന് വായിക്കുന്നത് നല്ലതാണ്. നമ്മൾ 3-ാം ഭാഗത്താണ് അതിൻ്റെ പ്രസക്തമായ ഭാഗമുള്ളത്. 3-ാം ഭാഗം വായിക്കുമ്പോൾ ഈ 2 വാക്യങ്ങളും ഫുള്ളായിട്ട് വായിക്കണം. ജീന നിർത്തി വായിക്കണം. ആദ്യം ബോർഡ് വായിച്ചാട്ടെ. 3-ാമത്തെ പോയിന്റ്, യെശയ്യാവ് 49:5, ഹോശേയ 14:1-4 വരെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്ന കാര്യമാണ് 3-ാമത്തേത്. ഒന്ന് ഞാൻ എടുത്തു പറയട്ടെ. ഒന്ന്, തങ്ങൾക്ക് ദൈവം കൊടുത്ത സ്ഥലത്തേക്ക് വരുന്നതാണ്. ആരൊക്കെ തടഞ്ഞാലും, എത്ര ലോകരാഷ്ട്രങ്ങൾ തടഞ്ഞാലും വരുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. 1948 അവർ വരുന്നതിനോട് ബന്ധപ്പെട്ട് 5 വിലയിലാണ് തടസ്സങ്ങളുണ്ടായത്. അതൊക്കെ മാറ്റി തിരിച്ചെത്തിയിരിക്കുക. 2, യഹോവയുടെ നന്മയിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശരിയായ അനുഭവത്തിൽ വന്നിട്ടില്ല. യെശയ്യാവ് എഴുതിയിട്ടുള്ള പൂർണ്ണ അനുഭവത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ, യഹോവയുടെ നന്മയിലേക്ക്. ആ ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. 3-ാമത്തെ ഭാഗം ഇന്ന് വിശദമായി പഠിക്കേണ്ടതാണ്. നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 49:5, പ്രൈസ് ഗോഡ്. കൂടാതെ ഹോശേയ 14:1-4 വരെ. എല്ലാവരും ആ വേദഭാഗം നന്നായി ശ്രദ്ധിപ്പാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. യെശയ്യാവ് 49:5, ഇപ്പോഴും യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു. 5-ാം വാക്യം ഒന്നുകൂടെ. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും. തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുക. യഹോവയുടെ അടുക്കലേക്ക് തിരിച്ചു വരുത്തുന്നതിനെ കുറിച്ച് വലിയ പ്രവചനങ്ങൾ ഇനിയുമുണ്ട്. ഇപ്പോൾ അവർ മടങ്ങി വരുന്ന വിധം നമ്മൾ പഠിക്കുകയാണ്. മടങ്ങി വരുന്ന വിധം: 1, സ്വന്തം ദേശത്തേക്ക്, ദൈവം നൽകിയ ദേശത്തേക്ക്. 2, യഹോവയുടെ നന്മയിലേക്ക്. 3-ാമത്തേത് വായിക്കുമ്പോൾ ഹോശേയ 14:1-4 വരെ വായിച്ചാൽ പ്രധാനമായ ചില ബ്രാഞ്ചസ്
നമ്മുടെ അകത്ത് കൃത്യമായി പതിക്കേണ്ടതുണ്ട്. വായിക്കാം. ഹോശേയ 14:1-4 വരെ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നിർണയമാണ്. എവിടെയാണ് വീണത് എന്നത് നിർണയം കൃത്യമായിട്ടുണ്ടാകണം. എവിടെ വെച്ച് വീണു, എങ്ങനെ വീണു എന്നതിന് കൃത്യമായൊരു നിർണയം എല്ലാവർക്കും വേണം. ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്ന ആർക്കും ആദ്യം ഉണ്ടാകേണ്ടത് അഷുറൻസ് ആണ്, കൃത്യമായൊരു നിർണയം. ഇന്ന് രാത്രി ആ നിർണയം വരുത്തുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ഞാൻ എവിടെ വെച്ച് ദൈവത്തിൽ നിന്നകന്നു, ഞാൻ എവിടെ വെച്ച് ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു? അവിടെ പറയുമ്പോൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ശമൂവേൽ പറയുകയാണ്, ഞാൻ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞത് പാപമായി പോയി. അത്ര മൈന്യൂട്ടായ മൈൽഡായ വിഷയങ്ങൾ പോലും നമ്മുടെ ചിന്തയിൽ പാപമായിട്ടാണ് അവിടെ കാണുന്നെങ്കിൽ അത് പ്രാർത്ഥിച്ചില്ല എന്നതൊരു വലിയ പാപമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് വെറും മൈൽഡ് മാനറാണ് നമ്മുടെ മുമ്പിൽ. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ ആഗ്രഹിച്ച, ദൈവത്തിങ്കിൽ നിന്ന് മർമ്മങ്ങൾ സ്വർഗം കീറി കൈവശമാക്കുന്ന കരുത്തനായ പ്രവാചക വരേണ്യൻ ആ വിഷയം പാപമായിട്ടാണ് കാണുന്നത്. അത്ര വലിയ തോതിൽ കാണാൻ കാഴ്ചയുള്ളവർ എത്ര പേരുണ്ടെന്ന് എൻ്റെ ചോദ്യം. നമുക്ക് പറയാം, ചെറിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും വലിയതായി കാണണം ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ വലുപ്പത്തിൽ ചിന്തിച്ചാൽ കാര്യങ്ങൾ വിശാലമാകും. 1 ബ്രാഞ്ച് നമ്പർ 2 വായിക്കാം. നിങ്ങൾ അനുതാപത്തോട് വേണം. റിപ്പൻസ്, അനുതാപമില്ലാതെ മടങ്ങുന്ന പ്രോഗ്രാം ഇല്ല. ഇന്ന് ഒത്തിരി പേര് പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് പാട്ട് പാടി നൃത്തം വയ്ക്കാം, എന്നിട്ട് 120 സ്പീഡുള്ളത് 180 സ്പീഡാകുമ്പോൾ ഉണർവ് വരും. അതാണ് മാറ്റമെന്ന. അത് മാറ്റമല്ല, അത് ലോകത്തിൽ എല്ലായിടത്തും ഉള്ള, എല്ലാ മതങ്ങൾക്കുമുള്ള, എല്ലാ സോങ് ബാൻഡിനുമുള്ള കഴിവാണത്. അതിനെ മതമാറ്റം മനമാറ്റം എന്നൊന്നും പറയാൻ ഒക്കില്ല. മനം മാറണം, കൃത്യമായി റിപ്പൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി എത്ര പേർ തയ്യാറുണ്ട്? പ്രൈസ് ഗോഡ്. ശരിക്കും അനുതപിച്ചുകൊണ്ട് വേണം വരുവാൻ എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അനുതാപത്തോടെ തിരിച്ചു വരുവാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ടോ? ഇന്ന് രാത്രി നീ ഏത് മതസ്ഥരായാലും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ അനുതാപം മസ്റ്റാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്തത് 3-ാമത്തെ പോയിന്റ്, ക്ഷമ ചോദിക്കുക. കൺഫെഷൻ മസ്റ്റാണ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ആദ്യത്തേത് അഷുറൻസ് ആണ്, നിർണയമാണ്. രണ്ടാമത്തേത് നമ്മൾ കണ്ടത് കൃത്യമായി, പ്രൈസ് ഗോഡ്, ദൈവം എഴുതിയിരിക്കുന്നു, അനുതാപത്തോടെ, വിത്ത് റിപ്പൻറ്റൻസ്. 3-ാമത്തേത് കൺഫെഷനാണ്. ഏറ്റു പറഞ്ഞു വേണം മടങ്ങാൻ. സ്നാനപ്പെടണമെങ്കിൽ പോലും കൺഫെഷൻ വേണമെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഏറ്റു പറഞ്ഞിട്ട് വേണം സ്നാനപ്പെടാൻ. ഏറ്റു പറയാൻ അറിയാത്തൊരു കുട്ടിയെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്ന വിധമല്ല അത്. അത് ഏറ്റല്ലേ പറയുന്നത്, ആ കുഞ്ഞിന് വേണ്ടി മറ്റൊരാളെ ഏറ്റു പറയുന്നത്. അത് തെറ്റായ രീതിയാണ്. ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഈ കുടുംബത്തിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർ കൈയൊന്ന് ഉയർത്തിയേ. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡും വൈഫും കൊണ്ട് ഒരുമിച്ചിരിക്കുന്ന നമ്മുടെ നിസിയും സുനിൽ ഇരിപ്പുണ്ട്. ഇന്ന് അവരുടെ കല്യാണ ദിവസമാണെന്ന് കരുതുക. കല്യാണം നടത്താൻ പാസ്റ്റർ റെജി വന്നിരിക്കുന്നു. ഇന്ന് കല്യാണ ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖത്തുള്ള പ്രകാശം നോക്കി എത്ര ഭയങ്കരമാണല്ലേ. ഇന്ന് കല്യാണമാണ്. ആ ടൈമിൽ കല്യാണത്തിന് വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരും കാണുക. പാസ്റ്റർ പറഞ്ഞു, സുനിൽ സ്റ്റാൻഡപ്പ്, നിസി സ്റ്റാൻഡപ്പ്. എന്നിട്ട് സുനിലിനോട് ചോദിക്കുകയാണ്, നിന്റെ വലത്തുവശത്ത് നിൽക്കുന്ന നിസി എന്ന ഈ മഹിളയെ നിന്റെ വിവാഹ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ സുനിൽ ഒഴിഞ്ഞു പോകണമെന്ന് കരുതി ഉറക്കെ എന്ന് പറഞ്ഞു. ഉടനെ നിസിയോട് ചോദിച്ചു, നിന്റെ ഇടത്തുവശത്ത് നിൽക്കുന്ന
സുനിൽ എന്ന ഈ യുവാവിനെ നിന്റെ വിവാഹ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ കേൾക്കണം നിങ്ങൾ, നിസിയുടെ ഫാദർ വന്ന് ഉവ് എന്ന് പറഞ്ഞാൽ ഒരു നിലയിലും സുനിൽ സമ്മതിക്കില്ല. സുനിലിന് വേണ്ടത് അമ്മായിപ്പൻ്റെ വാക്കല്ല, സുനിലിന് വേണ്ടത് അമ്മായിപ്പൻ്റെ വാക്കല്ല, തലതൊട്ടപ്പൻ്റെ വാക്കല്ല. സുനിലിന് വേണ്ടത് പ്രൈസ് ഗോഡ്, എനിക്ക് ഭാര്യയായി വരാൻ പോകുന്ന ആ യുവതിയുടെ നേരിട്ടുള്ള വാക്തത്വമാണ് എനിക്ക് വേണ്ടത്. പ്രൈസ് ഗോഡ്. ഇത് തന്നെയാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നമ്മൾ സ്നാനപ്പെടുമ്പോൾ വേണ്ടത്. കൺഫെഷൻ വേണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനപ്പെടാൻ തയ്യാറാകണം. പിന്നീട് ഞാൻ വിശദമായി പറയാം. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങണമെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യണം? അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഹോശിയ പുസ്തകത്തിൽ മാത്രം 55 വിധ പാപങ്ങൾ ചെയ്ത് കുളിച്ച് കുതിർന്ന് മലീമസമായ ചരിത്രമുള്ളവരാണവർ. BC 8-ാം നൂറ്റാണ്ടിൽ. എൻ്റെ അറിവിൽ ഒരു ചെറിയ നോട്ട് ഞാൻ കണ്ടത് 103 പാപങ്ങൾ യഹൂദൻ ചെയ്തെന്നാണ്. അപ്പം മടങ്ങാൻ തയ്യാറല്ലാത്തൊരൊറ്റ യഹൂദനെയും ദൈവം തിരിച്ചെടുക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണമെന്നറിയുക. അടുത്ത പോയിന്റ്, ഓപ്പൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. കൃപയോടെ. അവിടെ സപ്ലിക്കേഷനും കൂടെ വേണം. നിർണയം വേണം, റിപ്പൻറ്റൻസ് വേണം, അത് കഴിഞ്ഞ് കൺഫെഷൻ വേണം, ദെൻ സപ്ലിക്കേഷൻ. ആമേൻ. ഇവിടെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം, യാചന നമുക്ക് വേണം. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് അത് പറയുന്നുണ്ട്. കൃത്യമായി യാചന ആവശ്യമുണ്ട്. അങ്ങനെയാണ് മടങ്ങേണ്ടത്. ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, കൃത്യമായി ഹൃദയം തുറന്ന് ഈ സ്റ്റെപ്പുകൾ ചെയ്താൽ യഹൂദനെ എൻ്റെ ദൈവം നേരെ തിരിച്ചൊരു വാക്ക് പറയും, മക്കളെ നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയാണ്, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങുന്ന ശരിയായ റൂട്ടിലാണെന്ന് അപ്പോൾ കർത്താവ് പറയും. ഇപ്പോൾ അടുത്ത ഭാഗം വായിക്കാം. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതിനാർപ്പണമായ കാളകളെ അർപ്പിക്കും. ആദ്യം ആരാധനയല്ല. നമ്മുടെ ആളുകൾ പൊതുവെ പറയുന്നത് നമുക്ക് ആരാധിക്കാമെന്ന. ആരാധിച്ച് വിടുതലല്ല. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്താൽ പിന്നെയാണ് ആരാധന വരേണ്ടത്. ആമേൻ. എബ്രായ ലേഖനം 13-ാം അധ്യായം വായിച്ചാൽ ഇത് ആരാധനയാണ് പുതിയ നിയമ വെളിച്ചത്തിൽ. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യം നിർണയം വേണം, എവിടെ വീണു എന്ന്. 2 റിപ്പൻറ്റൻസ്, മാനസാന്തരം വേണം. 3 കൺഫെഷൻ, ഏറ്റുപറച്ചിൽ വേണം. 4 സപ്ലിക്കേഷൻ വേണം, യാചന വേണം. 5-ാമത്തെ ഭാഗമാണ് ആരാധന. ആദ്യം ആരാധനയല്ല, ആദ്യം ഈ 4 സ്റ്റെപ്പുകൾ യഹൂദൻ നടത്തണം. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ എന്താ വ്യവസ്ഥ? ആമേൻ. ഇത് 4 നടത്തിക്കൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ ആ ആരാധന വലിയൊരു വിടുതലാകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ കരയാനോ തയ്യാറുള്ള എത്ര പേർ തയ്യാറുണ്ടോ? അവരൊക്കെ ഈ സ്റ്റെപ്പ് സൂക്ഷിക്കണം. ഈ കൃത്യമായ ഈ പടികൾ കയറണം. കഴിഞ്ഞിട്ടില്ല ജീനെ, വായിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പോയിന്റ് കൂടെ വായിക്കാം. പ്രൈസ് ഗോഡ്. അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. ഇവിടെ എത്ര കാര്യങ്ങൾ ജീന വായിച്ചു? അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. BC 8-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംവിധാനം ഇരിക്കുന്ന അശൂരിൻ്റെ കയ്യിലാണ്. അവരാണ് ഏറ്റവും വലിയ എംപയർ, അവരാണ് ഏറ്റവും വലിയ രാജ്യം. അന്നത്തെ സാമ്രാട്ട് അവരാണ്. അവർ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു, ഇനി രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ രക്ഷിക്കുകയില്ല. രാഷ്ട്രങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. രക്ഷിക്കാൻ ഒരുവനേ കഴിയൂ. നമ്മളെ രക്ഷിപ്പാൻ കടന്നു വന്ന, ഇച്ഛിതിൽ വന്ന സച്ചിദാനന്ദനായ, അക്ഷയനായ, രക്ഷകനായ നമ്മുടെ കർത്താവായ യേശു മാത്രമാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ഈ നിർണയം നമുക്ക് വരണം. അത് പെന്തക്കോസുകാരായാലും ബ്രദറുകാരായാലും CSIക്കാരായാലും
മർത്തവക്കാരായാലും മതക്കാരായാലും ആരായാലും അറിഞ്ഞിരിക്കണം, രാഷ്ട്രങ്ങൾ നിങ്ങൾ രക്ഷിക്കില്ല, രാഷ്ട്രീയക്കാരും രക്ഷിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ഒരു പഴയ പുസ്തകത്തിൽ കണ്ടു 86 രാഷ്ട്രീയ പാർട്ടിക്കാർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അവർക്ക് തമ്മിൽ രക്ഷിക്കാൻ കഴിയാതെ അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കാണണം. നിങ്ങൾക്ക് ആ സത്യം അറിയണ്ടേ? ലോകം അറിയേണ്ടതാണ്. ഒരു വലിയ ഇലക്ഷൻ നടക്കുന്ന ഒരു പാർട്ടിയുടെ രാവിലെ 8 മണിക്ക് തന്നെ ആ ഇലക്ഷനെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന ആ വ്യക്തി എന്നെ വിളിച്ചേച്ച് പറയാണ്, പാസ്റ്ററെ, ഇപ്രാവശ്യം ഞാൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ പാർട്ടിയിൽ ഞാൻ ഏതുമില്ലാതെയാകും, ജയിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇന്ന് അദ്ദേഹം ആ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പോലെ തന്നെ വേറൊരാളും പറഞ്ഞു, സാറേ, ഇപ്രാവശ്യം ഞാൻ ജയിച്ചില്ലെങ്കിൽ, സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ ഞാൻ ഏതുമില്ലാതെയാകുന്നു. അതേ പാർട്ടി. അപ്പം ഇവർക്കൊക്കെ തികച്ചും പാവപ്പെട്ട ഉപദേശിമാരെ വേണം എന്ന കാര്യം അറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, അവരൊക്കെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നും എത്ര പ്രതിസന്ധികളിലാണ് രാഷ്ട്രീയക്കാർ പോകുന്നത്. അവർക്കും നമ്മുടെ പ്രാർത്ഥന വേണം, അവർക്കും വിടുതൽ വേണം എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഇന്ന് രാത്രി വളരെ ശക്തമായി ചിന്തിക്കുക. ദൈവത്തിങ്കിലേക്ക് ഇതുപോലെ ക്രമമായി അടുത്ത് ചെല്ലുന്നവർക്ക് വ്യക്തമായി വിടുതലയക്കും. ദൈവം അവരെ അവങ്കിലേക്ക് സ്വീകരിക്കും എന്നുറപ്പുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ ഉയർത്തിയ ഒരു വാക്ക് ദൈവത്തോട് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചാട്ടെ. ആമേൻ. നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്തൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കാം. അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. നിർത്തി വായിച്ചാട്ടെ. അശ്ശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ. കുതിരപ്പുറത്ത് കയറി ഓടുന്നത് സങ്കീർത്തനം 33 പറയുന്നുണ്ട്. കുതിര യുദ്ധത്തിന് വിജയം തരുന്നതല്ല, അതിനാലല്ല തരിക. നിങ്ങൾക്കറിയാലോ ചില സംഭവങ്ങളൊക്കെ. വലിയ മൃഗങ്ങൾ വലിയ പ്രോഗ്രാമിനെ ഇടഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മുഴുവൻ അവസാനിച്ചു. എത്ര എണ്ണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം മൃഗങ്ങളിൽ ആശ്രയിക്കുന്ന, മൃഗങ്ങളെ ദൈവമായി കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക, അതൊന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉടഞ്ഞു പോകും. അതാണ് മൃഗങ്ങൾ. അതൊന്ന് ഇടഞ്ഞ് ഓടിയാൽ മതി. അപ്പം നമ്മുടെ ആശയെല്ലാം നഷ്ടപ്പെടും. എന്നാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങിയാൽ, ഇസ്രായേലെ ഈ സ്റ്റെപ്പ് വഴി നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന രക്ഷയുടെ 66 കാര്യങ്ങൾ യെശയ്യാവ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത്ര വലിയ വിടുതലാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവയൊന്നും എന്നെ രക്ഷിക്കില്ല എന്ന് തുറന്ന് പറയാൻ നമുക്ക് കഴിയണം. ആമേൻ. ദൈവ മുമ്പിൽ അത് ഓപ്പണായി പറയണം. നമ്മുടെ ഹൃദയം ഓപ്പൺ ചെസ്റ്റിലാക്കണം. അവിടെയാണ് വിടുതൽ. അടുത്ത പോയിന്റ് വായിക്കാം. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയും. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ചങ്കൂറ്റൊക്കെ മാറ്റി വെച്ചിട്ട് ചങ്ക് തകർന്ന് ചങ്ക് തന്നവൻ്റെ അടുക്കിലേക്ക് അംഗം വെട്ടാതെ ചെന്നാൽ, കരഞ്ഞുകൊണ്ട് ചെന്നാൽ കർത്താവ് കൃത്യമായി കരുണ കാണിക്കുമെന്ന ഈ ബോധ്യം വലിയൊരു വിഷയമാണ്. ഇവിടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. ഇങ്ങനെ പടിപടിയായി യഹൂദൻ ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്ന വിഷയങ്ങൾ ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമ്മുടെ വിഷയം കുറച്ച് ദൂരം ഇന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. ആമേൻ. 3 വിധത്തിലാണ് മടങ്ങി വരുന്നത്. ഇതൊന്ന് വായിക്കാൻ ഗ്രേസ്യമാണ്. One Israel today, 20,770 kilometers square. ചതുർശ കിലോമീറ്റർ ആണത്. 20,770 ചതുർശ കിലോമീറ്റർ ഏകദേശം. ഇന്ന് യഹൂദൻ്റെ കൈവശമുള്ളത് അതാണ്. യഹൂദൻ്റെ കൈവശമുള്ളത് അതാണ്. ഈ ദൂത് കൃത്യമായി നിങ്ങൾ എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യുക. യഹൂദൻ്റെ കൈവശം ഏകദേശം ഇതാണ്. ഒരു എൻസൈക്ലോപീഡിയയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ പലതിലും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അടുത്തത് ശ്രദ്ധിക്കുക. വാഗ്ദത്തം ചെയ്ത ദേശം. ഇസ്രായേലിനെ അബ്രഹാമിനും കുടുംബത്തിനും വാഗ്ദത്തം ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ
പൊതുവെ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത് കനാനാണെന്നാണ്. വാഗ്ദത്ത നാട് കനാനാണോ? അവിടെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. വാഗ്ദത്ത രാജ്യം കനാനല്ല, വാഗ്ദത്തമായി താമസിക്കാൻ കിട്ടിയ സ്ഥലമാണ് കനാൻ. എന്നാൽ വാഗ്ദത്ത രാജ്യത്തിൻ്റെ വലുപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വലിയൊരു ദൂത് പഠിക്കാനുണ്ട്. നമുക്കൊന്ന് വായിക്കാം അടുത്ത വാക്യം. ഉൽപ്പത്തി 15:18 മുതൽ 21 വരെ ജീന ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി 15:18 മുതൽ 21 വരെ കൃത്യമായി ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കാര്യം. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈമി നദി തുടങ്ങി പ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള മതി. ഈ ദേശത്തെ എവിടെ മുതൽ എവിടെ വരെ കൊടുത്തത്? നൈൽ ടു യൂഫ്രട്ടീസ്. നൈൽ ടു യൂഫ്രട്ടീസ്, നീല നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഏകദേശം 1065 കിലോമീറ്റർ നീളമുള്ള സ്ഥലം. അറിഞ്ഞിരിക്കണം നിങ്ങൾ, കനാൻ നാട് മാത്രമല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം വായിച്ചേ. ഫ്രീസർ വാക്യം ആവർത്തനം 11:24. ആവർത്തനം 11:24. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് ആകും. ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും. അത് വിസ്താരം ഞാനിപ്പോൾ പറയുന്നില്ല. അടുത്തത് യോശുവ 1:4-5 കൊണ്ട് വായിക്കണേ. കൃത്യമായി നിങ്ങളൊന്ന് കാണേണ്ടിയിരിക്കുന്നു. യോശുവ 1:4-5. മരുഭൂമിയിൽ ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അക്വാബ മുതൽ ലെബനോൻ വരെയും നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെയുമുള്ള വിശാല രാജ്യമാണ് ഇസ്രായേലിന്റെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. യോശുവയുടെ കാലത്ത്, ക്ഷമിക്കണം, ശലോമോന്റെ കാലത്ത് പോലും, കൃത്യമായി പറഞ്ഞാൽ സോളമന്റെ കാലത്ത് പോലും 1/5 കൈവശമുള്ളൂ. 1/5 സോളമന്റെ കാലത്ത് പോലും കൈവശമുള്ളൂ. ഇവിടെ ഞാൻ കൃത്യ ഒരു കാര്യം പറയുകയാണ്. വാഗ്ദത്തം ചെയ്തതിൻ്റെ 1/5 അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. യഹോവയുടെ നിത്യ നിർണയത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, വാഗ്ദത്തം ചെയ്തതിൻ്റെ 1/5 സോളമന്റെ കാലത്ത് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് മുഴുവൻ കിട്ടണം, കിട്ടിയേ തീരൂ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. അതിലേക്ക് ദൈവം കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഹോശിയ 14 കൃത്യമായി കണ്ടു. ഇവിടെയാണ് ഫിലദൽഫിയ ഷാർജ AG ചർച്ചിനോട് ആദ്യമേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചർച്ചിൽ വന്ന് എത്രയോ നിഷ്കളങ്കരായ ശരിയായ പ്രവാചകന്മാർ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ പലതും നിറവേറിയിട്ടില്ല. പ്രൈസ് ഗോഡ്. അത് നിറവേറിയിട്ടില്ല, അത് നിറവേറിയിരിക്കും. അത് നിറവേറണമെങ്കിൽ വ്യവസ്ഥ പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറാൻ ആ വ്യവസ്ഥയിലേക്ക് ഫിലദൽഫിയ ഷാർജ AGയിലെ അംഗങ്ങൾ വന്നേ പറ്റൂ. ആമേൻ. ആ വ്യവസ്ഥയിലേക്ക് നമ്മൾ കൃത്യമായി മടങ്ങിയാൽ, ഇന്ന് ആ ദൂത് കേട്ട് മടങ്ങാൻ തുടങ്ങുമ്പോൾ ആ ചർച്ചിനകത്ത് വിടുതലിൻ്റെ ഘോഷയാത്ര ആരംഭിക്കുമെന്ന് ഉറക്കെ ഓർപ്പിക്കുകയാണ് ഞാൻ. ആമേൻ. നിശ്ചയമായിട്ടും അത് നടന്നിരിക്കും. അതുപോലെ തന്നെ മാധ്യമങ്ങൾ വഴി ശ്രവിക്കുന്ന ബഹുമാന്യരായ എല്ലാവരോടും ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞ വ്യവസ്ഥകളിലേക്ക് അടുക്കിനെ കൃത്യമായി മടങ്ങിയാൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തവും ഒരിടത്തും തങ്ങി നിൽക്കില്ലെന്ന് ഉറപ്പുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അതൊരിടത്തും തങ്ങി നിൽക്കില്ല. ഷുഡബല ഹസ്കജഷ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു പോകാം. ഇവിടെ എഴുതിയിരിക്കുന്നു, നൈൽ മുതൽ യൂഫ്രട്ടീസ് നദി വരെ ഏകദേശം 1065 കിലോമീറ്റർ. അക്വാബ ഉൾക്കടൽ മുതൽ ലെബനോൻ വരെ ഏകദേശം 765 കിലോമീറ്റർ. ഇത്ര വിശാലമായ ഒരു രാജ്യമാണ് ദൈവം അബ്രഹാമിനും മക്കൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതിൽ കനാൻ നാടാണ് താമസിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത് രാജ്യമല്ല, അവർക്ക് താമസിക്കാനുള്ള റെസിഡൻസ് ആണ്, താമസത്തിനുള്ള വാഗ്ദത്തമാണ്.
അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എങ്കിൽ ഇന്ന് രാത്രി നമ്മളോടുള്ള 2 ടൈപ്പ് വാഗ്ദത്തങ്ങൾ അത് നിറവേറ്റും ദൈവം നമ്മൾ പറഞ്ഞതുപോലെ ചെയ്താൽ. പലപ്പോഴും അങ്ങനെ പറയാറുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞതുപോലെയല്ല, ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ചെയ്താൽ ദൈവം പറഞ്ഞ കാര്യം നിറവേറ്റിയിരിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? പക്ഷെ അടുക്കുണ്ട്. ഹോശിയ 14 കൃത്യമായി അടുക്കെഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ വായിച്ച് ഇന്ന് തന്നെ ആ വാക്യങ്ങൾ വായിച്ചതിൻ്റെ സ്റ്റെപ്പ് നോക്കുക. 1, നിർണയത്തോടുകൂടെ മടങ്ങുക. 2, അനുതാപത്തോടുകൂടെ മടങ്ങുക. 3, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞുകൊണ്ട് മടങ്ങുക. 4, യാചനയോടുകൂടെ മടങ്ങുക. 5, ആരാധനയോടുകൂടെ മടങ്ങുക. 6, ഇതുവരെ ആശ്രയിച്ചത് ഇനി ഞാൻ ആശ്രയിക്കില്ല, ആശ്രയിക്കാൻ പറ്റിയ ഒരു കമ്പേ ഉള്ളൂ, അത് ദൈവമാണെന്ന മനസ്സ് അറിവോടെ മടങ്ങുക. 7, ദൈവം നമ്മോട് കാണിക്കുന്ന സഹതാപം, കമ്പേഷൻ, അതിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് മടങ്ങുക. ഈ 7 സ്റ്റെപ്പ് കൃത്യമായി അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഫിലദൽഫിയ AGയിലും അതിൻ്റെ വിടുതൽ കാണും. കൂടാതെ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാവരുടെ കുടുംബങ്ങളിൽ ഈ 7 സ്റ്റെപ്പ് കൃത്യമായി സൂക്ഷിച്ചാൽ വിടുതൽ കണ്ടിരിക്കും. എങ്ങനെയാണ് വിടുതൽ എന്ന് ഒരു വാക്ക് ഞാനിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വായിക്കാം നമുക്ക്. ഹോശിയ 14 അധ്യായം 4, 5. ജീനെ ഒന്ന് വായിച്ചു മോളെ. ഹോശിയ 14:4-5. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ആമേൻ. നിർത്തി വായിക്കണം മോളെ. പിന്മാറ്റത്തെ ചികിത്സിക്കുന്ന ദൈവമാണ്. 18 വിധ ചികിത്സ ബൈബിളിൽ കാണാം. അതിലൊരു ചികിത്സയാണ് പിന്മാറ്റത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ആമേൻ. അങ്ങനെ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർക്ക് കർത്താവ് അതിനും തയ്യാറാണ്. നന്നായി മുമ്പിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവദാസന് വേണ്ടിയൊക്കെ മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർ പിന്മാറി പോകാറുണ്ട്. അവരോട് തമ്പുരാൻ പറയുകയാണ്, ആ പിന്മാറ്റത്തിൽ നിന്ന് മാറാൻ ഞാൻ നിന്നെ ചികിത്സിക്കുമെന്ന്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ ഈ വാക്ക്? പിന്മാറ്റത്തിൽ നിന്ന് മാറാൻ ദൈവം ചികിത്സിക്കും. ഇസ്രായേലിനെ ദൈവം ചികിത്സിച്ച വിധം നമുക്കൊന്ന് വായിക്കാം. നമ്മൾ വായിച്ച മോളെ 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ട്. ഹോശിയ 7:1. ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രീമിന്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. മതി, ആ വാക്യം ഒന്നോട് നിർത്തി വായിച്ച മോളെ. ഞാൻ ഇസ്രായേലിനെ ചികിത്സിക്കുമ്പോൾ, ദൈവം ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? പൊതുവെ എല്ലാവരും പറയുന്നത് ദൈവം ചികിത്സിക്കാൻ തുടങ്ങിയാൽ ഉടനെ വിടുതൽ ആരംഭിക്കുമെന്നാണ്. അങ്ങനെയല്ല. ഇത് കൃത്യമായി എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. ദൈവം ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ, ഒന്ന് വായിച്ച മോളെ. ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രീമിന്റെ അകൃത്യവും നിർത്തി. എഫ്രീം അവിടുത്തെ രാജ്യഗോത്രമാണ്. ദൈവം ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ എഫ്രീമിന്റെ അകൃത്യം പുറത്തു വരും, അനീതി പുറത്തു വരും, അന്യായം പുറത്തു വരും. ദൈവം ചികിത്സിക്കാൻ തുടങ്ങിയിരിക്കുക പല സഭകളെ, പല രാഷ്ട്രങ്ങളെ, പല പാർട്ടികളെ ദൈവം ചികിത്സിക്കാൻ തുടങ്ങിയിരിക്കുക. അവരുടെ അകൃത്യങ്ങളും അനീതികളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. അത് ചികിത്സിക്കുമ്പോൾ പുറത്തു വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്നത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചികിത്സിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ പുറത്തു വരിക. വലിയ വീരന്മാരെ നേരെ ദൈവം ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ അനീതിയും അകൃത്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇതെല്ലാ രാജ്യത്തും ദൈവം ചെയ്യുന്നുണ്ട്, എല്ലാ സഭകളിലും ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി ഈ നിലയിലൊരു ചികിത്സയ്ക്ക് വിധേയപ്പെടും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയണ്ടേ? ഇങ്ങോട്ട് നോക്കിയേ. പാസ് VK അവറാച്ചൻ എന്ന് പറഞ്ഞ ദൈവദാസൻ റാന്നിയിൽ നിന്ന് വന്ന് നെല്ലിക്കുന്നത്ത് ശുശ്രൂഷിച്ചിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു പശു ഉണ്ടായിരുന്നു, സിന്ധു പശു, നല്ല കറവയുള്ള പശുവായിരുന്നു. ആ പശുവിൻ്റെ കാലിന് വയ്യാതെയായി. ചികിത്സകൾ ഒത്തിരി നടത്തിയിട്ടും സൗഖ്യമാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ ഒരു മനുഷ്യൻ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ പാസ്റ്റർ പറ്റിയേ? പാസ്റ്റർ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു,
ഈ പശുവിൻ്റെ കാല് നിങ്ങൾ പിടിച്ച് കെട്ട്. പശുവിനെ ഒരു വിധത്തിൽ കിടത്തി 2 കൈയും 2 കാലൊക്കെ കെട്ടി അതിന് വയ്യാത്ത കാല് സ്പെഷ്യലായി കെട്ടി ഒരു മരത്തോട് ചേർത്ത് അദ്ദേഹം കുറച്ച് മണ്ണെണ്ണയും മൂക്കിപ്പൊടിയും 1-2 സാധനങ്ങളെല്ലാം കൂടെ കലക്കി കൃത്യമായിട്ട് ഈ കാലിൻ്റെ അവിടെ പഴുത്ത സ്ഥലത്ത് ഒരു ചെറിയ കത്തിയെടുത്ത് പൊട്ടിച്ച് ഈ സാധനം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുള്ള പുഴുവെല്ലാം പുറത്തു വരാൻ തുടങ്ങി. ഞാൻ എണ്ണിക്കൊണ്ടിരുന്നു. 103 പുഴു വരെ ഞാൻ എണ്ണി. 103 എണ്ണം. ആ 103 എണ്ണം പുറത്തു പോയിട്ട് വീണ്ടും ഒഴിച്ചു. അപ്പോൾ വരുന്നില്ല. അപ്പോൾ ഈ പ്രായമുള്ള അപ്പച്ചൻ പറഞ്ഞു, ഇനി കുഴപ്പമില്ല പാസ്റ്ററെ, ഞാൻ തരുന്ന ഈ പൊടി വെച്ചൊന്ന് കെട്ടി 2 ദിവസം കഴിയുമ്പോൾ ഇതിന് സൗഖ്യമാകും. അകത്തിരിക്കുന്ന പുഴുവൊക്കെ പുറത്തു പോകണം, എന്നിട്ട് വേണം വെച്ച് കെട്ടാൻ. എത്ര പേർക്ക് അത് മനസ്സിലായി? അകത്തിരിക്കുന്ന പുഴുവെല്ലാം പുറത്തു പോയിട്ട് വേണം വെച്ച് കെട്ടാൻ. ഇന്ന് ക്രൈസ്തവ സംഘടനകൾ, മതങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ആരുമാകട്ടെ, തിളച്ചു പൊങ്ങുന്ന പുഴു, തിളച്ചുയരുന്ന പുഴു പുറത്തു പോകണം. അത് പുറത്തു പോയെങ്കിലാണ് കൃത്യമായൊരു ശുദ്ധീകരണം നടക്കുക. അപ്പോൾ വിടുതൽ വരുന്നതാണ്. ആമേൻ, സൗഖ്യം വരുന്നതാണ്. ഇനി ഞാൻ ഹോശേയുടെ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. അടുത്ത ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ദൈവം എന്താ പറയുന്നെന്ന് യഹൂദനോട് ബന്ധപ്പെട്ട്. എഫ്രൈമിന്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. മതി. 14:5 14:4-5 വന്ന് ഈ സ്ലൈഡിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കും. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ദൈവം ചികിത്സിക്കാൻ തുടങ്ങിയാൽ അഴുക്കെല്ലാം പുറത്തു പോകും. ഇവൻ മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ കോപം വിട്ടുമാറും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. യെശയ്യാപ്രവചനം 12-ാം അധ്യായം ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പഠിക്കേണ്ടത്. നിങ്ങൾ വായിച്ചു നോക്കേണ്ടത് ഒരു പാട്ടാണ്. ആദ്യത്തെ 3 വാക്യങ്ങൾ വേറെ, രണ്ടാമത്തെ 3 വാക്യങ്ങൾ വേറെ. ദൈവം ഇസ്രായേലിൽ ആര് എന്ന് തെളിയിക്കുന്ന 2 ഭാഗങ്ങളാണത്. കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ മടങ്ങാൻ തുടങ്ങുമ്പോൾ 7 സ്റ്റെപ്പ് കൃത്യമായി മടങ്ങണം. യഹൂദൻ മടങ്ങിയതുപോലെ. യഹൂദൻ അത് മടങ്ങുന്ന സമയത്ത് ദൈവം അവരെ ചികിത്സിക്കുന്ന വിധം. അതിൽ താഴത്തെ ഒരു വാക്കോട് വായിച്ച് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇപ്പോൾ വായിച്ചു നിർത്തിയ 14. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ഔദാര്യമായ ദൈവസ്നേഹത്തിന്റെ വലിയൊരു ഒഴുക്ക് നമ്മിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? യഹൂദൻ അത് അനുഭവിക്കും. യഹൂദനെ അനുഭവിക്കണമെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകൾ ചെയ്ത് മടങ്ങി വരുമ്പോഴാണ് എൻ്റെ ദൈവം അവനെ വിശുദ്ധ രാഷ്ട്രമാക്കി തീർക്കുക. അല്ലാതെ ആക്കുകയില്ല. എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നമ്മിലൂടെ വലിയ പ്രൊജക്റ്റ് പുറത്തു കൊണ്ടുവരാനുണ്ട്. ഈ കൃത്യമായ 7 സ്റ്റെപ്പുകൾ നിറവേറ്റിക്കൊണ്ട് മടങ്ങി വന്ന് നോക്കിയേ ദൈവം നമ്മൾ ഉയർത്തുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിശ്ചയമായിട്ടും ദൈവം നമ്മൾ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് മടങ്ങാം, ഒരുമിച്ച് പറയാം അങ്ങയുടെ ഔദാര്യ സ്നേഹത്തിൻ്റെ വിശാല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ പ്രവൃത്തി തലങ്ങളിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എൻ്റെ ദൈവമേ നീ വെളിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു വാക്ക് നമ്മുടെ കൈകൾ മലർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, പ്രൈസ് ഗോഡ്, അങ്ങ് ഞങ്ങളോട് പ്രവർത്തിക്കണമേ, അങ്ങ് ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അനീഷ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ഷാർജയിൽ നിന്നും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ
ഞങ്ങളുടെ തിരുവചനം പഠിക്കുവാനായി എടുത്തു വരുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നത് പോലെ കർത്താവെ അനുതാപത്തോടെ ദൈവസ്ഥനിൽ കർത്താവെ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവക്രമമായി ദൈവസ്ഥനിൽ വ്യവസ്ഥ പ്രകാരം ദൈവവചനത്തെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഓരോ ചുവടും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ, നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ, നിത്യതയിലേക്ക് കർത്താവെ ഞങ്ങളെ അടുപ്പിക്കുന്ന ദിവ്യമായ സ്നേഹത്തിന്റെ ആഴത്തെ ഗ്രഹിച്ച് ഞങ്ങൾക്ക് ഓരോ ചുവടും വെക്കുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവ്. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഞങ്ങളോട് വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവികമായ ആ ദിവ്യ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി കരയുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അതിനായി ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായി, അങ്ങയുടെ കൃപയാൽ നിറയ്ക്കുന്നതിനായി കർത്താവിന്റെ ഹാലലിയ അതിമുഖത്തായ സ്നേഹത്തെ ഞങ്ങളിലേക്ക് പകർന്നു തരുവാൻ തക്കോണം അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ദൈവമേ ഹാലിൽ വരും ദിനങ്ങളിൽ ശക്തിയോടെ ദൈവം ഉപയോഗിക്കണമേ കർത്താവ്. ഞങ്ങളുടെ കൃപകളാലും കൃപാവരങ്ങളാലും നിറച്ച് ദൈവം അനുഗ്രഹിക്കണമേ. ശരീരാത്മതകളെ ബലപ്പെടുത്തണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ദൈവമേ ഞങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ ഹാലലി അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും ദൈവമേ ഹാലലി മടങ്ങി വരുവാനും കർത്താവ് മാനസാന്തരത്തിനും കാരണമായി തീരുവാൻ തക്കോണം കർത്താവ് യൂട്യൂബിലൂടെയും കർത്താവ് വിവിധ മാധ്യമങ്ങളിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിനായി മടങ്ങി വരവ് കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം മഹത്വപ്പെടുത്തേക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചിത്രത്തിൽ കാണുന്നത് ഏകദേശം ദൈവം അവർ കൊടുത്ത വാഗ്ദത്ത നാടിൻ്റെ ബൗണ്ടറിയാണ്. ഇത്രയും സ്ഥലങ്ങളെങ്കിലും അതിനകത്ത് ഉൾപ്പെടും. ഒന്ന് വായിക്കാമോ ഗ്രേസി മോൾ? 1 Iraq, 2 Syria, 3 Lebanon, 4 Palestine, 5 Kuwait, 6 parts of Egypt, 7 Saudi Arabia. 8 Hashemite Kingdom of Transjordan. 8 രാജ്യങ്ങളെങ്കിലും ഉൾക്കൊള്ളുന്ന വിശാല ഏരിയയാണ് ദൈവം അബ്രഹാമിനും കുടുംബത്തിനും രാജ്യമായി നൽകിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, അവർക്ക് ദൈവം തിരിച്ചു കൊടുക്കാൻ പോകുകയാണ്. ഡൊമീനിയൻ തിരിച്ചു കൊടുക്കും, കിങ്ഡം തിരിച്ചു കൊടുക്കും. മിഖ 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു. തിരിച്ചു പോവുകയാണ്. 8 രാജ്യങ്ങളെങ്കിലും കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിപ്പോൾ അവരുടെ കയ്യിലില്ല. വെറും 20,000 ചെല്ലുവാണെങ്കിൽ 21,000, കേരളത്തിൻ്റെ പകുതിയേക്കാൾ ഒരല്പം മാത്രം. പലർക്കും വാഗ്ദത്തങ്ങൾ വിപുലമാണ്, കയ്യിലിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ഭാഗം മാത്രമാണ്. വാഗ്ദത്തങ്ങളുടെ വിശാലതയിലേക്ക് ഇന്ന് രാത്രി കാല് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ വിശാലതയിലേക്ക് പാദമൂന്നുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറക്കെ ചിന്തിക്ക്, ആ 7 സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ആത്മാർത്ഥമായി ആ 7 പടികൾ ഒന്ന് ചവിട്ടിക്കയറാൻ തയ്യാറായാൽ എൻ്റെ ദൈവം നമുക്ക് കൃത്യമായി വാഗ്ദത്തങ്ങളുടെ വിശാലതയിലേക്ക് നയിക്കുമെന്നുള്ള ഉറപ്പാണ് എന്ന് ഉറക്കെ പറയുകയാണ് ഞാൻ. ഫ്രീസ്ക്ക് പോരാ, ഇതുകൂടി ഒന്ന് വായിക്കണം പോലെ. നമ്മുടെ ഗ്രേസി മോള് ഇവിടെ എഴുതിയിരിക്കുന്ന വായിക്കണം. ജീന ആ മലയാളം വാക്യം മുഴുവൻ വായിക്കണം. Isaiah 61 verse 4. A shall build the old wastes, B shall raise up the former desolations. യെശയ്യാവ് അല്ല, 63 മൂന്നാമത്തെ കൂടിയുണ്ട്, സി കൂടിയുണ്ട്. C shall repair the waste cities. ആ ചുമന്നത് മാത്രം ഒന്ന് വായിച്ച മോളെ, അത് മാത്രം. A shall build, B shall raise, C shall repair. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. മടങ്ങി വരുമ്പോൾ ഷാൽ ബിൽഡ്, മടങ്ങി വരുമ്പോൾ ഷാൽ റൈസ്, മടങ്ങി വരുമ്പോൾ ഷാൽ റിപ്പയർ. ഇനി അതിൻ്റെ മലയാളം വായിക്കാം നമുക്ക്. യെശയ്യാവ് 61:4 അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? ആര് പടിപടിയായി ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നുവോ അവരെ ദൈവം ഉപയോഗിക്കുന്ന വിധമാണ് ഇവിടെ കാണുന്നത്. പടിപടിയായി ഇസ്രായേൽ മടങ്ങിയാൽ
ഇസ്രയേലിനെ ഷാൽ ബിൽഡ് ദ ഓൾഡ് വെയ്റ്റ്സ് ഷാൽ റൈസ് അപ്പ് ദ ഫോമർ ഡെസോളേഷൻ ദെൻ ഷാൽ റിപ്പയർ ദ വേഴ്സ്റ്റ് സിറ്റീസ്. ഇത് മൂന്നും അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. കൃത്യമായി അവരെ കൊണ്ട് ചെയ്യിക്കും. പക്ഷേ അവർ പറഞ്ഞ 7 സ്റ്റെപ്പുകൾ കൃത്യമായി ചെയ്തിരിക്കണം. ആമേൻ. ഇവിടെ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ സൂം വഴി അറ്റൻഡ് ചെയ്യുന്നവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, വേൾഡ് വൈഡായിട്ട് പറയട്ടെ. 7 പടികൾ കൃത്യമായി കയറി 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 വരുന്നവർ, നിങ്ങളത് കാണും. ദൈവം അവരെ ചികിത്സിക്കും, അവരെ സൗഖ്യമാക്കും. അത് കഴിഞ്ഞിട്ട് ദൈവം അവരെ ഉപയോഗിക്കും. ഇന്ന് രാത്രി രാജാവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവകരങ്ങളിൽ ഞാൻ ഉപയോഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവകരങ്ങളിൽ കൃത്യമായൊരു വെപ്പണായിട്ട് ഉപയോഗമാകണം. ദൈവകരങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരായുധമായി പുറത്തു വരണം. ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലെ ഒരായുധമായി ഞാനൊന്ന് പുറത്തു വരേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന വെപ്പണല്ല ഞാൻ പറയുന്നത്, ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിന് വിധേയമായ ഒരു വെപ്പണായി പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഉപയോഗിക്കും, ഞാൻ നിന്നെ കയ്യിലെടുക്കും. എത്ര പേര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ കൃത്യമായി പടികൾ കയറി കയറി ചെന്നാൽ ഉപയോഗിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം കൈയൊന്നടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? എൻ്റെ ദൈവം ഉപയോഗിക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഷാൽ ബിൽഡ് ദ ഓൾഡ് വെയ്റ്റ്സ്. അതിന് മലയാളം നമുക്ക് ഒന്നിച്ച് കേൾക്കാം. നിർത്തി നിർത്തി ഓരോ പോയിന്റും വായിച്ച് കേൾക്കാം. വായിച്ചാട്ടെ. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പുരാതന ശൂന്യങ്ങൾ ശൂന്യമായി കിടക്കുന്നതിനെ പണിതു പൊക്കാൻ, ഉയർത്താൻ, ലോകം കാണുക നിന്നെ കൊണ്ട് ജയിക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കും. നഷ്ടപ്പെട്ട് കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന, ഇനി അത് പൊങ്ങില്ല, ആ നിലയിൽ തറയിൽ പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നവരോട് ഉറക്കെ പറ, പണിയുന്ന ഒരുവനുണ്ട്. അടുത്തത് പണിയിപ്പിക്കുന്നവനുണ്ട്. 2, പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും. ഒരു ഹല്ലേലൂയ പറയാല്ലേ. നിർജ്ജനമായി കിടക്കുന്ന, ജനമില്ലാതെ കിടക്കുന്ന, ആരും എത്തി നോക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ എൻ്റെ ദൈവം നന്നാക്കാൻ അവരെ ഉപയോഗിക്കും. നമ്മെ ഉപയോഗിക്കുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മെ ഉപയോഗിക്കും. എനിക്ക് ആ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മലയാളത്തിൽ അതുപോലെ സന്തോഷമാണ്. ശൂന്യമായി കിടക്കുന്നതിനെ പണിയുകയും നന്നാക്കുകയും ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് അതിനായിട്ട് ദൈവം കൃപാവരങ്ങൾ നൽകട്ടെ, കൃപ നൽകട്ടെ, അഭിഷേകം നൽകട്ടെ. വ്യക്തമായി ദൈവശക്തിയുടെ വലിയ പ്രദർശനം നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഉണ്ടാകട്ടെ. ആ മാനിഫെസ്റ്റേഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കഴിഞ്ഞിട്ടില്ല. 3-ാമത്തേത് ഒന്നുകൂടെ വായിക്കാം. പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. കേടുപോക്കുന്ന കർത്താവ്, ശരീരത്തിൽ കേടുപോക്കുന്ന, മനസ്സിൽ കേടുപോക്കുന്ന, ജീവിതത്തിൻ്റെ കേടുപോക്കുന്ന, സഭയുടെ കേടുപോക്കുന്ന, കുടുംബത്തിൻ്റെ കേടുപോക്കുന്ന, പ്രസ്ഥാനത്തിൻ്റെ കേടുപോക്കുന്ന എൻ്റെ ദൈവം ഇന്ന് ഈ ദൂത് നമ്മളോട് പറയുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഉവ്വ്, ഈ 3 തലത്തിലും ദൈവം എന്നെ ഉപയോഗിക്കും. യഹൂദനെ മാത്രമല്ല, ആര് ദൈവത്തിലേക്ക് മടങ്ങുന്നുണ്ടോ, ആര് ദൈവത്തിൻ്റെ ചികിത്സയ്ക്ക് വിധേയപ്പെടുന്നുണ്ടോ, ആര് ദൈവത്തിൻ്റെ ചികിത്സയിൽ നിന്ദിക്കാതെ, ദൈവത്തെ നിന്ദിക്കാതെ വന്നിച്ചുകൊണ്ട്, നാഥ അങ്ങയുടെ ചികിത്സയിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. എൻ്റെ ദൈവമേ, അങ്ങനെ വർക്ക് ചെയ്യാൻ
അനുവദിക്കുന്ന, അങ്ങനെ പുറത്തു കൊണ്ടുവരുന്ന, അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി രംഗത്ത് കൊണ്ടുവരുന്ന വലിയ ദൈവമാകിയാൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരിക എന്ന് പറയാൻ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? ഉപവാസത്തിലിരിക്കുന്ന വ്യക്തികളോടും ലോകമാകെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ കൊതിക്കുന്ന വ്യക്തികളോടും സഭകളോടും പ്രസ്ഥാനങ്ങളോടും ജീവിതങ്ങളോടും ഉറക്കെ പറയട്ടെ, റിട്ടേൺ ടു ഗോഡ് എന്നതാണ് വലുത്. റിട്ടേൺ ടു ദ പ്ലേസ്, റിട്ടേൺ ടു ദ ഗുഡ്നസ് എന്നതിനേക്കാൾ, അത് രണ്ടിനേക്കാളും വലുത് റിട്ടേൺ ടു അവർ സേവിയർ, റിട്ടേൺ ടു അവർ ഗോഡ്, റിട്ടേൺ ടു അവർ ഓൾമൈറ്റി ഗോഡ്. അതാണ് വലുത് എന്നറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ പറയാതെ തന്നെ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ഈ മീറ്റിങ്ങിലുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഒന്നാകെ മടങ്ങുകയാണ്. ബിൽഡ്, റൈസ് അപ്പ് ആൻഡ് റിപ്പയർ. ഒന്നുകൂടെ പറയാം, ബിൽഡ്, റൈസ് അപ്പ് ആൻഡ് റിപ്പയർ. ഈ 3 തലത്തിൽ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് കണ്ടത് കൊണ്ട് ശ്രദ്ധിക്കുക. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചാട്ട് എല്ലാവരും. തൊട്ടു മുമ്പ് കണ്ടത് ദേശത്തേക്ക് ദൈവം കൊണ്ടുവരും, നന്മയിലേക്ക് കൊണ്ടുവരും. അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് നിങ്ങളുടെ മരണം വരെ അകത്ത് പ്രിൻ്റായി കിടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തീരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ, തീർക്കട്ടെ. ഹല്ലേലൂയ. ഇത്ര വലിയ പദ്ധതി യഹൂദന് വേണ്ടി ദൈവം മാറ്റിവെച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. രാഷ്ട്രമായി തീർന്നു, വിശുദ്ധ രാഷ്ട്രമായി തീരുന്നു, യഹോവയുടെ രാജ്യം അവരുടെ കയ്യിലെത്തുന്നു. അത് 3 നഷ്ടപ്പെടുന്നു. തിരിച്ച് വീണ്ടും അതിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവം ഇനിയും പദ്ധതി ചെയ്തെങ്കിൽ, ഞാൻ ഈ സഭയിലെ എല്ലാവരോടും, ഈ ദൂത് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, നിങ്ങൾ നഷ്ടപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നവരാണെങ്കിൽ ഉറക്കെ ചിന്തിക്കുക, എൻ്റെ ദൈവം നിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തോട് പഴി പറയുകയല്ല, ഇവിടെ ദൈവത്തോട് പഴി പറയുകയല്ല വേണ്ടത്. ഇന്ന് രാത്രി ഉറക്കെ ചിന്തിച്ച് മടങ്ങുകയാണ് വേണ്ടത്. അനുതാപത്തോടെ മടങ്ങുക, ഏറ്റുപറഞ്ഞ് മടങ്ങുക, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങുക. ഒടുക്കം ഇതെല്ലാം കഴിഞ്ഞ് അവനെ ആരാധിക്കുക. ഇതുവരെ ആശ്രയിച്ച കൊമ്പുകളൊന്നും ഏതുമല്ല എന്ന് ഉറക്കെ പറയാൻ കഴിയണം. അവിടെയാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഇന്നാരുണ്ട്, എനിക്ക് ഇന്നാരുണ്ട്, എനിക്ക് ഇന്ന പ്രസ്ഥാനമുണ്ട്, ഇതൊക്കെ വിലയില്ലാത്തതാണ്, ശൂന്യമാണ്. ഒരുവനെ പിടിക്കാൻ പറ്റുകയുള്ളൂ, അവനാണ് സാക്ഷാൽ ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശു. നമുക്ക് അവനൊന്ന് ആശ്രയിക്കാം. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം കാണാപ്പാടം അറിയുന്നവർ എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ആ വാക്ക് പറഞ്ഞ് നിർത്താൻ ദൈവാത്മാവനെ പ്രേരിപ്പിക്കുന്നു. ഏറ്റവും അടുത്ത തുണ പ്രസിഡന്റ് അല്ല, ഏറ്റവും അടുത്ത തുണ പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, ഒരു രാഷ്ട്രീയ നേതാവുമല്ല, ഒരു പാസ്റ്ററുമല്ല, ഒരു ബിഷപ്പല്ല, ഒരു പോപ്പല്ല, ഒരു പ്രസിഡന്റ് അല്ല. അവർക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ അവരൊന്നും ആശ്രയിക്കാൻ പറ്റില്ല. അവർ നമ്മളെപ്പോലുള്ളവരാണ്. ഇന്ന് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്താൻ ദൈവത്തിലേക്ക്. ദൈവം എന്നെ 3 കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. യഹോവനെ ഉപയോഗിച്ചതുപോലെ എന്നെയും കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പ്രേ ടു ഗോഡ്. ദൈവം വ്യക്തമായി ഇടപെട്ടിരിക്കുകയാണ്. ദൈവം വ്യക്തമായി ഇടപെട്ടിരിക്കുകയാണ്. നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് നമുക്ക് ദൈവകൃപയിലേക്ക് തിരിച്ചു വരണം. ദൈവകൃപയിലേക്ക് തിരിച്ചു വരണം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. മടങ്ങി വരാൻ മനസ്സുള്ളവനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സ് വേണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ഞാൻ നിത്യജീവനോട് ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ വായിപ്പിക്കാം. ആദ്യം നമുക്ക് മനസ്സാണ് വേണ്ടത്. മടങ്ങാൻ മനസ്സുണ്ടെങ്കിൽ
കയ്യിൽ വെച്ച് തരാൻ ദൈവം മനസ്സുള്ളവനാണ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദൂതുകൾ എല്ലാവർക്കും അനുഗ്രഹമായി തരട്ടെ. ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം.